ഈ ഒരു വാനിന്റെ ഉള്ളിൽ നിന്നും ഇപ്പൊ ഒരു മനുഷ്യൻ പുറത്തേക്ക് തെറിച്ചു വന്ന് വീണിട്ടുണ്ട്. വാന്റെ തൊട്ട് ബാക്കിലായിട്ടുണ്ടായിരുന്ന ആ ഒരു കാറിന്റെ മുകളിലേക്കാണ് ഈ ഒരു മനുഷ്യൻ വന്ന് വീണിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മളിപ്പോ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് അയാളുടെ ഒരു കൈ ഈ ഒരു പക്ഷികളുടെ ആ ഒരു ചിറക് മാതിരിയൊക്കെ ആയിട്ടുണ്ട്. മുഖത്തിപ്പോ എന്തോ ഒരു മാസ്ക് പോലെ എന്തോ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. ആ വാനിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റാളുകൾ ഇയാളെ പിടിച്ചു വെക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ അടിച്ചിട്ടിട്ട് അടുത്ത് കണ്ട ഒരു ബിൽഡിങ്ങിലേക്ക് ഇയാൾ ഓടിക്കേറി പോവാണ്. അവന്റെ കൈവിരലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, വളരെ വ്യത്യാസമായിട്ട് ഒരു മൃഗത്തിന്റെയൊക്കെ രീതിയിൽ വളരെ ഷാർപ്പായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ സാമും ബില്ലിയും കൂടിയിട്ട് ബില്ലിയുടെ അമ്മയെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ്. ഡോക്ടറുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ പറയാണ്, കഴിഞ്ഞ 3 മാസമായിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് വളരെ നല്ലൊരു സൈനാണ്. എന്താ ചെയ്യാ, ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ലോകത്ത് ഇങ്ങനെ പടർന്നു പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മാത്രമല്ല ഈ ഒരു അസുഖം പിടിപെട്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ വീട്ടിൽ വെച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ സാമിനോട് പറയുന്നുണ്ട്. സാം ഇപ്പൊ പറയാണ്, ഞാൻ എന്റെ വൈഫിനെ നല്ല രീതിയിൽ തന്നെ ഇന്ന് നോക്കിക്കൊണ്ടിരുന്നത്, ഗവൺമെന്റ് ആണ് നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡോക്ടർ അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും ട്രീറ്റ്മെന്റിൽ നല്ല ബലം കാണുന്നുണ്ട്, നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഡോക്ടർ പറയാണ്. നോർത്ത് സൈഡിൽ നമ്മൾ പുതിയതായിട്ട് ഒരു സെന്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സാം, നിങ്ങൾ ആ ഒരു ഭാഗത്ത് വന്നിട്ട് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഒരുപാട് ട്രാവൽ ഒന്നും ചെയ്യാതെ അവളെ വന്ന് കാണാലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പക്ഷെ എന്തോ നമ്മുടെ ബില്ലിക്ക് പുതിയ സ്ഥലത്തേക്ക് മാറാന്ന് പറയുന്നത് ആ ഒരു കാര്യമൊന്നും അവൻ അത്ര വലിയ ഇഷ്ടാവുന്നില്ല. ഡോക്ടർ ഇപ്പൊ ഇവരെ കൂട്ടിയിട്ട് ബില്ലിയുടെ അമ്മ കിടക്കുന്ന ആ ഒരു റൂമിലേക്ക് പോകുന്നുണ്ട്. സാം മാത്രമാണ് അവന്റെ വൈഫിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ബില്ലി ആണെന്നുണ്ടെങ്കിൽ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അവന്റെ അമ്മയുടെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ട് അവന് നല്ല വിഷമമുണ്ട്. ഇപ്പൊ സാമു തിരിച്ചു വന്നിട്ട് ബില്ലിയോട് പറയാണ്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, അമ്മേനെ പോയി കാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ബില്ലി പറയാണ്, ഞാൻ എന്തിനാച്ചാ വന്ന് കാണുന്നത്, അവർക്ക് ഞാൻ പറയുന്നത് എന്താന്ന് പോലും മനസ്സിലാവില്ല, പിന്നെ എന്തിനാ ഞാൻ വന്ന് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ സാമു പറയാണ്, എടാ നീ പറയുന്നൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അവർ നിന്റെ അമ്മയല്ലേ, നിന്റെ ആ ഒരു സാമീപ്യം അത് മാത്രം മതി അവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബില്ലി ഇപ്പോ അവന്റെ അമ്മേന്റെ അരികിലേക്ക് വിടുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അവരുടെ മുഖം നമ്മൾ കാണുന്നത്. മുഖത്തൊക്കെ ഒരുപാട് രോമങ്ങളൊക്കെ വളർന്നിട്ട് ഏതോ ഒരു മൃഗത്തെ പോലെ ആയിട്ടുണ്ടായിരുന്നു.